ഇവനാണ് കക്ഷി. പറയാം അണ്ണാ ചോദിച്ചേ. ഉപദ്രവിക്കൊന്നും ചെയ്യരുത്. കാര്യം എന്റെ കൊച്ചെവിടെ? എന്റെ കൊച്ചെവിടെ? അശ്വതി എവിടെ? റിസോർട്ടിലാ? എങ്ങനെ തോന്നിയതാ നിനക്ക് പ്ലസ് 2 പഠിക്കണ കൊച്ചിനെ വിളിച്ചോണ്ടേ? മനസ്സിലാക്കി തരാം. നിങ്ങള് എന്റെ വീട്ടില് പെയിന്റ് അടിക്കാൻ വന്നാ എനിക്കെന്ത് കണ്ണിന് തിമിരോ? എന്റെ കണ്ണൊന്നും തിമിരോ? നിങ്ങൾ എപ്പോ വന്നാ? അപ്പൊ എന്റെ വീട്ടിലൊന്നും പെയിന്റ് കൈ മുറിച്ചു വന്നാ? കൊച്ചേട്ടൻ അറിഞ്ഞിട്ടില്ലല്ലോ. കൊച്ചേട്ടൻ അറിഞ്ഞിട്ടില്ലല്ലോ. കൊച്ചേട്ടൻ വന്നാ വെട്ടി തുണ്ടം എന്റെ പേരാ? എന്റെ ജാതകം വേണോ? ഇവനെന്റെ കയ്യിൽ നിന്ന് മേടിക്കും. നമ്മളൊരു കാര്യം വേണ്ട, ഇവിടെ അറിയാം എത്ര ടൂറിസ്റ്റ് വരുന്ന സ്ഥലം ഇത് അല്ലേ? നമ്മൾ 4 ഫാമിലി ഫോൺ ഇവിടെ ആരും ഫോൺ വിളിക്കുന്നത്. നിങ്ങൾ പോലീസ് മഞ്ഞ ഷർട്ട് ഇട്ടെന്ന് ഞാൻ അറിയില്ലെന്ന് വിചാരിക്കരുത്. കണ്ണാടി അന്ന് കണ്ണാടി ഇല്ലായിരുന്നല്ലോ. എന്റെ പേരറിയാൻ പറ്റുള്ളൂ. നിങ്ങൾ ഇന്ന് കോട്ടയത്ത് വന്നെങ്കിൽ ഇപ്പം അണ്ണാ വേറെ കാര്യമുണ്ട്. അണ്ണാ വേറെ അല്ല കോട്ടയത്ത് വന്നല്ലേ അവിടെ കൂട്ടിക്കളാം ഞാൻ. ബേളം വെച്ച ആളെ കൂട്ടിയ ഇയാള് തന്നെയാണ്. എനിക്കൊരു സംശയമില്ല. പോലീസ് വേണ്ട, നമ്മളൊക്കെ തന്നെ ഇവിടുത്തെ പോലീസ്. നമ്മൾ തന്നെ ഇവിടുത്തെ പോലീസ്. ഇവിടെ തന്നെ വേണം. ഹലോ ആക്കല്ലേ മോനെ, കോട്ടയത്ത് വന്ന ചാക്കല്ലേ പോലെ. ഞാൻ ഇതെല്ലാം ഞാൻ ഒന്ന് ചോദിക്കട്ടെ. ഞാൻ ചോദിക്കട്ടെ. എന്റെ വീടിന്റെ 2ാമത്തെ നിലയിൽ നിങ്ങൾ വീട് കണ്ടിട്ടില്ല? എന്റെ വീട് കണ്ടിട്ടില്ലേ? നീ കൊല്ലത്ത് പെയിന്റ് ബക്കറ്റായിട്ട് പെയിന്റ് അടിക്കാമെന്ന് നിനക്ക് അറിഞ്ഞൂടെ? എന്നെ കൊണ്ട് പറയിക്കല്ല. ഹലോ ശരിയായിരിക്കില്ല. എന്റെ വീട്ടിൽ വന്ന് പെയിന്റ് അടിച്ചു പിന്നെ എനിക്ക് പിന്നെ പെയിന്റ് പാട്ടയും കൊണ്ട് എന്റെ വീടിന്റെ 2ാമത്തെ നിലയിൽ നിന്നിട്ട് അന്നേ നീ എന്റെ കൊച്ചിനെ കൈ കാണിച്ചു. ഓർമ്മയുണ്ട? നീ എന്നിട്ട് ബ്രഷും പിടിച്ചിട്ട് എന്റെ അടുത്ത് മാമാ വെള്ളം വേണോന്ന് പറഞ്ഞ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ സംസാരിക്കും. എന്റെ വീട്ടില് വന്നിട്ട് പെയിന്റ് അടിക്കാൻ വന്നിട്ട് മാമാ വെള്ളം തരുമോന്ന് ചോദിച്ചാ? ഇല്ല, ചോദിച്ചില്ല. അപ്പൊ എന്റെ കണ്ണിന് നിങ്ങളെ കണ്ണിന് കുഴപ്പമുണ്ട്. എന്തോന്ന് കുഴപ്പം? ഞാനല്ല ആള്. പിന്നെ ഇതെന്റെ ഫസ്റ്റ് ടൈം വന്ന് കോട്ടയത്തേക്ക്. ഞാൻ പെയിന്റർ അല്ല, പെയിന്റ് ബ്രഷ് തൊട്ടിട്ടില്ല. ജീവിതത്തിൽ ഇതുവരെ പെയിന്റ് ബ്രഷ് തൊട്ടിട്ടില്ല. സ്കൂളിൽ തൊട്ടിട്ടുണ്ടാവും. സ്കൂളിൽ കള്ളം പറഞ്ഞ പെയിന്റ് ബ്രഷ് ഇതുവരെ തൊട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കുച്ചിക്കടിയും പൊട്ടിച്ചു ഞാൻ എന്റെ കൊച്ചിനെ. ഒരു 2 minutes തരുമോ? ഞാൻ ഒന്ന് എന്റെ ഫോൺ എടുത്തിട്ട് ഒരു കോളേജ് ചെയ്യണ്ടോ? എനിക്ക് ഇത്രേ വേണ്ടു. എന്റെ കൊച്ചിന്റെ കാര്യം പറ. എന്റെ കൊച്ചിന്റെ കാര്യം പറ. കൊച്ചു എവിടെ ഉണ്ട്? അശ്വതി എവിടെ ഉണ്ട്? അറിയില്ല. നമുക്ക് കാര്യം ചെയ്യാം. നമുക്ക് പോലീസ് സ്റ്റേഷൻ പോവാം. കംപ്ലൈന്റ് കൊടുത്താൽ നിങ്ങൾ അശ്വതി എവിടെ ഉണ്ട്? കൊച്ചിന്റെ കാര്യം പറഞ്ഞോ. നിങ്ങൾ കംപ്ലൈന്റ് അശ്വതി എവിടെ ഉണ്ട്? അത് പറ. അശ്വതി എവിടെ? എന്റെ മോടെ ഫോട്ടോയാ? എന്റെ മോടെ ഫോട്ടോ അറിഞ്ഞൂടാ. ഞങ്ങളുടെ നാട്ടുകാരുടെ അച്ഛനല്ലേ? ഞാൻ തെളിയിക്കണോടെ? ഫോട്ടോ കാണിക്കോ? ഫോട്ടോ ഞാൻ ഇതുകൊണ്ട് പെണ്ണ ഇവിടെ +2 പഠിക്കണ എന്റെ മോളെ അശ്വതി എവിടെ? ഞാൻ ഫോട്ടോ കാണിച്ചാൽ ഞാൻ പറഞ്ഞു ക്ലിയർ കട്ട് ആയിട്ട് പറഞ്ഞു. എനിക്ക് നിങ്ങൾ പറയുന്നത് പെണ്ണിനെ അറിയില്ല. ഇനിയിപ്പോ നിങ്ങൾക്ക് കൊറേ സമയം കൊണ്ട് പറയല്ലേ? നീ അപ്പൊ എന്റെ മോളെ കണ്ടിട്ടേ ഇല്ല? ഇതുവരെ കണ്ടിട്ടില്ല? നിങ്ങളെ തന്നെ ആദ്യമായിട്ട് കാണുന്നത്. എന്റെ വീട്ടിൽ പെയിന്റ് ചെയ്യാൻ വന്നപ്പോ നീ അല്ല? ഇല്ല, വന്നിട്ടില്ല. ചേട്ടാ നമ്മളെല്ലാം ഞാൻ ഫസ്റ്റ് ടൈമാ കാണുന്നത്. ഇപ്പൊ എല്ലാരും ഈ ലോകത്ത് വേറെ ആരെയൊക്കെ കണ്ടിട്ടുണ്ട്?
എല്ലാരും ഫസ്റ്റ് ടൈം ആണല്ലോ കാണുന്നത്. അതെ, എല്ലാരും നിങ്ങളെ പറയുന്ന 4 ആൾക്കാർ ഞാൻ ഫസ്റ്റ് ടൈം ആണ്. നിങ്ങൾ പറയുന്ന അശ്വതിനെ എനിക്കറിയില്ല. അപ്പൊ നേരത്തെ പറഞ്ഞ അശ്വതി എന്റെ കൂടെ ഉണ്ടെന്ന്. അതെന്റെ വൈഫാണ്. എടാ അതല്ലേ ഞാനും പറയണേ, എന്റെ മോൾ അശ്വതി നിന്റെ കൂടെ ഉണ്ട്. നിന്റെ വൈഫ് പ്ലസ് 2 പഠിക്കുന്നത്. ആ പ്ലസ് 2 പഠിച്ചോണ്ടിപ്പോ നീ അടിച്ചോണ്ട് പോയില്ലേ? എന്ത് എന്ത് ചിരിക്കണെന്ത്? നിങ്ങൾ വേറെ ആരെയോ പറ്റിയാ പറയുന്നത്, എന്നെ പറ്റി വേറെ ആരെയാ പറ്റിയത്? വിനോദ തുറണ്ട. 100 ടൈംസ് ഞാനല്ല ആള്. നിങ്ങൾ നീ ഇംഗ്ലീഷ് ഒന്ന് പേടിപ്പിക്കാതെ. 100 എന്ന് പറഞ്ഞാൽ നീ ഇംഗ്ലീഷ് ഒന്നും പറഞ്ഞ് പേടിപ്പിക്കില്ല. ഇംഗ്ലീഷ് ഒന്നും പറഞ്ഞ് പേടിപ്പിക്കില്ല. ചൂടുവെള്ളത്തിൽ കൈമുക്കും. പോലീസിനെ വിളിക്കാം. എന്തിന് പോലീസ്? പോലീസ് എന്തിനാണ്? ഞങ്ങൾ കോട്ടയത്ത് വന്നിട്ട് പോലീസ് വേണ്ട, നമ്മളെന്ന് പറഞ്ഞാൽ മതി. നമ്മളെ ഇവിടെ പോലീസ്. നിനക്കറിയാമോ നമ്മൾ ആരെന്നറിയാമോ നിനക്ക്? എടാ 8 വീട്ടിൽ തറവാടാണ്. അറിയാമോ? അറിയാമോ? ഉള്ള സത്യം പറ, മോളെ നീ എന്ത് ചെയ്തു? ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ പല പ്രാവശ്യം കണ്ടിട്ടുണ്ട്. എവിടുന്ന് പറ, എവിടുന്ന് കണ്ടേ എന്നെ? എടാ കൊല്ലത്ത് നീ വന്നു, ഇന്നലെ നീ ആലപ്പുഴയിലുണ്ടായിരുന്നു. അതെ, ആലപ്പുഴ ഞാൻ എവിടുന്ന് പെയിന്റിങ് നിങ്ങൾ എന്നെ എവിടുന്ന് കണ്ടേ? പെയിന്റിങ് അടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ പിന്നെ നേരത്തെ പറഞ്ഞ ഡയലോഗാ അത് അദ്ദേഹം പറഞ്ഞു. പെയിന്റ് അടിക്കുന്നത് ഞാൻ കണ്ടില്ല, പക്ഷെ നീ കൊച്ചിന്റെ കൂടെ കറങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ 2 കണ്ണിന് ഞാൻ കണ്ടിട്ടുണ്ട്. നീ കൊല്ലത്ത് കറങ്ങുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കറങ്ങുന്ന ബൈക്കിലാണോ ബോട്ടാണോ ഞാൻ തെളിവ് തരാം. അവിടെ ഞാൻ പറയാം കേട്ടോ. എന്ത് തെളിവ് വേണം? എന്റെ മോളുടെ എന്ത് തെളിവ് വേണം? ആരാടാ? നീ ഒന്നും ചെയ്യണ്ട. നീ ഇടപെടണ്ട. നീ ഇടപെടണ്ട. കൊച്ചവിടെ ഞാൻ എന്തിലൂടെ എന്റെ കൊച്ചിനെ? ഇവർ പറയുന്ന കുട്ടീനെ അറിയില്ല. ഇവർ പറയുന്ന കുട്ടീനെ എനിക്ക് അറിയില്ല. ഇവരെല്ലാം ഫസ്റ്റ് കൊച്ചിനെ എനിക്കറിയില്ല. ഏത് കൊച്ചിനെ? ഞാൻ അത് ചോദിക്കണം. ഫോട്ടോ കാണിച്ചാൽ എന്റെ പേര് അനൂപ്. ഇവനാണ് കണ്ടിട്ടുള്ളത്. ഇവനാണ് കൊച്ചേട്ടാ. എനിക്കറിയാം കൊച്ചേട്ടാ. എന്റെ വീട്ടിൽ പെയിന്റ് അടിക്കാൻ വന്നതിന് നമുക്ക് ഇവനെ തീർക്കാം. ഇവിടെ മാറ്റി തീർക്കാം. ഇവിടെ വെച്ച് വേണ്ട. എന്റെ വീട്ടിൽ ഞാൻ പറഞ്ഞു ഓൾറെഡി, എനിക്ക് കൊച്ചിനെ അറിയില്ല. കൊച്ചോടെ പോടാ. എനിക്ക് അറിയില്ല കൊച്ചിനെ. ആരാ ഉള്ളത്? എല്ലാത്തിനും തൂക്കാം. അവരെല്ലാം വിളിച്ച് അവരെല്ലാം വിളിച്ച് അവരെല്ലാം വിളിച്ച് ഏത് കയ്യാ കൊച്ചേട്ടാ? അവരെല്ലാം വിളിച്ച് കൊച്ചേട്ടാ ഏത് കയ്യാ വേണ്ടേ? എല്ലാരും വിളിച്ച്. കൊച്ചേട്ടാ ഏത് കയ്യാ എടുക്കണ്ടേ? കൊച്ചേട്ടാ ഏത് കയ്യാ വേണ്ടേ? മനോരമയുടെ ടേക്ക് ഇറ്റ് ഈസി എന്ന പ്രോഗ്രാമാണ്. ഒരു ക്യാമറ ഇതിനകത്തുണ്ട്, ഒരു ക്യാമറ അവിടെ ഉണ്ട്. ഇവർക്കെല്ലാം അറിയാം. സമാധാനിപ്പിച്ചോ. വൈഫ് ആരാണ് ശരിക്കും സമാധാനിപ്പിച്ചോ? ഒന്നല്ലേ? എന്റെ അമ്മോ, ഞാൻ നിങ്ങളെ കണ്ടതിന് ശേഷമാണ് ഞാൻ പേടിച്ചു പോയത്. അതുവരെ എനിക്ക് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഞാൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ടായിരുന്നു. നിങ്ങളെ കത്തിയും കൊണ്ട് വന്നപ്പോ ഇവര് കണ്ടതിന് ശേഷം പോയി. സമാധാനം ശരിക്കും ടെൻഷൻ അടിച്ചിട്ടുണ്ട്.